ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 19 തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DPIIT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് സൈൻസ് MOU വിത്ത് HDFC ബാങ്ക് ടു സ്ട്രെങ്തൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആൻഡ് ഫോസ്റ്റർ ഇന്നോവേഷൻ. അപ്പോൾ DPIIT HDFC ബാങ്കായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആൻഡ് സ്ട്രെങ്തൻ ചെയ്യാനും ഇന്നോവേഷൻ ഫോസ്റ്റർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഹാസ് ഇങ്ക്ഡ് എ പാർട്ണർഷിപ്പ് വിത്ത് HDFC ബാങ്ക്, ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ബൈ അസറ്റ്സ്, by signing an MOU to empower startups with world-class banking and financial services. The collaboration aims to strengthen the overall startup ecosystem by offering knowledge sharing mentorship. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. പിന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഡയറക്ടർ ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സുമിത് കുമാർ ജറങ്കളാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇതും DPIIT റിലേറ്റഡ് ന്യൂസാണ്. DPIIT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഇങ്ക്സ് MOU വിത്ത് ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടു മെൻറ്റർ മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ DPIIT ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട്. അത് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സ് അതിനൊക്കെ വേണ്ടിയിട്ടാണ്, മെൻറ്റർ മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. പിന്നെ ബിഡ് ടു വിർച്വലി എംപവർ സ്റ്റാർട്ടപ്സ് ഇൻ ദ മാനുഫാക്ചറിങ് സെക്ടർ. അപ്പോൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സ് മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഹാസ് സൈൻഡ് എ MOU വിത്ത് ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, എ റിനോൺഡ് ലീഡർ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ടാലി എല്ലാവർക്കും അറിയുണ്ടാവും. ടാലി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. സോ pertinently, this strategic partnership is aimed at introducing a comprehensive module-based workshop series tailored to address critical challenges faced by startups in areas such as financial management, compliance, marketing, digitalization, and investment preparedness. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. കീ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കൊളാബറേറ്റീവ് ഇന്നോവേഷൻ ബൈ ടാലി ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ആ ടാലിയുടെ കൊളാബറേറ്റീവ് കീ ഫീച്ചേഴ്സ് ഓഫ് കൊളാബറേറ്റീവ് ഇനീഷ്യേറ്റീവ് ബൈ ടാലി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെയാണ്. ഫ്രീ 1 year റെൻ്റൽ ലൈസൻസസ് ഓഫ് ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഫോർ പാർട്ടിസിപ്പൻസ്, ടാർഗറ്റഡ് മോഡ്യൂൾസ് കവറിംഗ് ക്രിട്ടിക്കൽ ബിസിനസ് ഏരിയാസ് സച്ച് ആസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ടാക്സ് കോംപ്ലയൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഡിജിറ്റൈസേഷൻ ടൂൾസ് ആൻഡ് ഇൻവെസ്റ്റർ readiness, networking opportunities with the industry mentors and peers. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 18th December ആണ്. അപ്പോൾ ഓൺ 4th December 2000 the UN Assembly designated 18th December as a International Migrants Day, taking into account the large and increasing number of migrants in the world. Through its resolution ARES 5593, the United Nations General Assembly invited member states and others to observe the day through the dissemination of information on human rights and fundamental freedoms of migrants. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വെറ്ററൻ ക്ലാസിക്കൽ സിംഗർ പണ്ഡിറ്റ് സഞ്ജയ് റാം മറാത്തെ 68 years ഡൈസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ക്ലാസിക്കൽ സിംഗറായിരുന്ന പണ്ഡിറ്റ് സഞ്ജയ് റാം മറാത്തെ അന്തരിച്ചു എന്നാണ് ന്യൂസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പണ്ഡിറ്റ് സഞ്ജയ് മറാത്തെ വാസ് എൽഡസ്റ്റ് സൺ ഓഫ് ലെജൻഡറി മ്യൂസിഷ്യൻ പണ്ഡിറ്റ് രാം മറാത്തെ. രാം മറാത്തയുടെ മൂത്ത മകനാണ് ഈ ക്ലാസിക്കൽ സിംഗറായ പണ്ഡിറ്റ് സഞ്ജയ് റാം മറാത്തെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ലിഫ്റ്റ്സ് റെസ്ട്രിക്ഷൻസ് ഓൺ ECL ഫൈനാൻസ്, എഡൽവൈസ് ARC അസറ്റ് റിക്കൺസ്ട്രക്ഷൻ കമ്പനി ആഫ്റ്റർ കോംപ്ലയൻസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെഡ് ദാറ്റ് ഇറ്റ് ഹാസ് ലിഫ്റ്റഡ് ബിസിനസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ECL ഫിനാൻസ് ആൻഡ് എഡൽവൈസ് അസറ്റ് റിക്കൺസ്ട്രക്ഷൻ കമ്പനി, ബോത്ത് പാർട്ട് ഓഫ് എഡൽവൈസ് ഗ്രൂപ്പ്, ഇൻ May this year, after being satisfied with remedial measures undertaken by the companies in to address the central bank's concerns. Edelweiss Asset Reconstruction Company was directed to cease and desist from acquisition of financial assets, including security receipts, and reorganizing the existing
SRs into senior and subordinate tranches. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ലിഫ്റ്റ് ചെയ്തു, അതായത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ചുമത്തിയിരുന്നു എഡൽവൈസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ മേൽ. അത് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജസ്പ്രീത് ബുംറ ലീവ്സ് ബിഹൈൻഡ് കപിൽ ദേവ് സ്ക്രിപ്റ്റ്സ് ഓൾ ടൈം ഏഷ്യൻ റെക്കോർഡ് വിത്ത് ഗാബ ഹീറോയിക്സ് അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ. അപ്പോൾ ജസ്പ്രീത് ബുംറ, അതായത് ക്രിക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ജസ്പ്രീത് ബുംറ ഷാപ്റ്റേർഡ് അനദർ റെക്കോർഡ് ഓഫ് ഇന്ത്യൻ ലെജൻഡ് കപിൽ ദേവ് ആഫ്റ്റർ ഹി പിക്ഡ് അപ്പ് two quick wickets during Australia's second innings in the third test match of the Border Gavaskar Trophy series. The twin strikes with the new ball saw Bumrah on as a new record holder for the most wickets in Australia by an Asian. He is currently the leading wicket taker in context with 21 scalps in just 6 innings at 10.71. The next best is Australia's Mitchell Starc. Overall, his tally of 21 wickets is the 6th best figure by an Indian in a tour of Australia. ഇപ്പോൾ ബുംറയാണ് ഇപ്പോൾ ലീഡിങ് വിക്കറ്റ് ടേക്കർ ഇൻ ഓസ്ട്രേലിയ. ഏഷ്യയിലത്തെ ഒരു കളിക്കാരൻ നേടുന്ന ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടുന്നൊരു ബോളർ ആയിരിക്കുകയാണ് ബുംറ. അങ്ങനെ കപിൽ ദേവിൻ്റെ റെക്കോർഡൊക്കെ തകർത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കിരൺ മസൂംദാർ ഗെറ്റ്സ് ജംഷേദ്ജി ടാറ്റ അവാർഡ് ഫോർ ബയോ സയൻസസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ബയോ സയൻസസ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജംഷേദ്ജി ടാറ്റ അവാർഡ് നേടിയിരിക്കുകയാണ് കിരൺ മസൂംദാർ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. ബയോകോൺ ഗ്രൂപ്പ് ചെയർപേഴ്സൺ കിരൺ മസൂംദാർ ഷോ വാസ് കൺഫേർഡ് ദ പ്രസ്റ്റീജിയസ് ജംഷേദ്ജി Tata Award by the Indian Society for Quality for pioneering the biosciences movement in India. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ REITS അസോസിയേഷൻ അപ്പോയിൻറ്റ്സ് അലോക് അഗർവാൾ ആസ് ചെയർമാൻ. അപ്പോൾ ഇന്ത്യൻ റേറ്റ്സ് അസോസിയേഷൻ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, അലോക് അഗർവാളിനെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ബാങ്ക് ഓഫ് ബറോഡ അൺവെയിൽസ് ഫിജിറ്റൽ ബ്രാഞ്ചസ് ടു ട്രാൻസ്ഫോം കസ്റ്റമർ ബാങ്കിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഫിജിറ്റൽ ബ്രാഞ്ചസ് ടു ട്രാൻസ്ഫോം കസ്റ്റമർ ബാങ്കിങ് എക്സ്പീരിയൻസ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിജിറ്റൽ ബ്രാഞ്ചസ് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഇതും കൂടി വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫെഡറൽ ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് എക്കോഫി ടു ആക്സിലറേറ്റ് റൂഫ് ടോപ്പ് സോളാർ ഫിനാൻസിങ് ഫോർ MSMEs. അപ്പോൾ റൂഫ് ടോപ്പ് സോളാർ ഫിനാൻസിങ്, MSMEസിൻ്റെ റൂഫ് ടോപ്പ് സോളാർ ഫിനാൻസിങ്, അതിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്ക് എക്കോഫി ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. ഫെഡറൽ ബാങ്ക്, എ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, ഹാസ് അനൗൺസ്ഡ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിത്ത് എക്കോഫി, ദ കൺട്രീസ് ഫസ്റ്റ് ഗ്രീൻ ഓൺലി NBFC ബാക്ക്ഡ് ബൈ എവർസോഴ്സ് ക്യാപിറ്റൽ, ടു എംപവർ MSMEs വിത്ത് ഇന്നോവേറ്റീവ് ഫൈനാൻസിങ് സൊല്യൂഷൻസ് ഫോർ കൊമേഴ്ഷ്യൽ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻസ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.